ചിരിക്കുന്ന മുഖവുമായി നന്ദി നിറഞ്ഞ ഹൃദയവുമായി നിരവധി പേരാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്നത്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് നിസ്സഹായരായ 300-ലധികം പേർ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇങ്ങനെ സ്റ്റേഷന് മുന്നിലെത്തി ചിരിച്ചു. പക്ഷേ എല്ലാം എളുപ്പമല്ല. നഷ്ടപ്പെട്ട ഫോൺ തേടിയുള്ള അന്വേഷണം പലപ്പോഴും ദുർഘടമാണ്. പ്രയാസമുള്ള സാഹചര്യങ്ങളുണ്ട്. അതായത് നോർത്ത് ഇന്ത്യ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഫോണുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നുണ്ട്. അവരെത്തിക്കുന്നവരുണ്ട്, പിന്നെ കൊറിയർ അയച്ചു തരുന്നവരുണ്ട്, പിന്നെ നമ്മൾ പോയി കളക്ട് ചെയ്യുന്നതുമുണ്ട്. നഷ്ടപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായ ഫോൺ അവസാനം ഇതൊന്നും അറിയാത്തവരുടെ കയ്യിലായിരിക്കും എത്തുക. കണ്ടെത്തിക്കഴിഞ്ഞാൽ ഫോൺ ഉടമസ്ഥർക്ക് നൽകുകയല്ലാതെ അവർക്ക് മറ്റു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് മൊബൈൽ വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുക. അതായത് ഷോപ്പിൽ നിന്ന് അവർ ബില്ലോ അങ്ങനെ കളക്ട് ചെയ്തിട്ട് അത് വാങ്ങുക. പല ആൾക്കാരും ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയത് ഇവരെ സങ്കടമൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വിൽക്കുന്നത്. കുട്ടിക്ക് സുഖമില്ല, ഹോസ്പിറ്റൽ കേസാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് അധികം ആൾക്കാരും വാങ്ങുന്നത്. പിന്നെ ഈ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് ഇന്ന് ഒരു ദിവസം മാത്രം സെയിലിന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ അവരെ നോക്കിയാൽ കാണില്ല. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഫോൺ തിരിച്ചെടുക്കാതെ രക്ഷയില്ല. കാരണം നമുക്ക് ഇത് പരാതിക്കാരന് ഫോൺ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. ഹൃദ്യമായ അനുഭവങ്ങൾ ഏറെയുണ്ട് ശ്രീജേഷിന് പറയാൻ. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയവർക്ക് മുന്നിൽ ഫോണുമായി ശ്രീജേഷ് എത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന തെളിച്ചം വളരെയധികം സന്തോഷം. കാരണം അന്ന് എടുത്ത ഫോണായിരുന്നു. 3-4 മണിക്കൂറായിട്ടുള്ളൂ. രാത്രി ബീച്ചിൽ കാറ്റുള്ള ഇറങ്ങി അവിടെ വെച്ചാൽ മിസ്സായി, അടിച്ചുപോയി. അത് ഇഷ്ടപ്പെട്ടിരുന്നു സാർ, ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അപ്പോൾ വേറൊരു കംപ്ലൈൻറ്റിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഓൻ തന്നെ പറയാം കംപ്ലൈൻറ്റ്. ഇത്തരം 100 നല്ല അനുഭവങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം പോലീസ് കൃത്യമായി വിവരമറിയിക്കുക. അതവർക്ക് കണ്ടെത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.